ഇവിടെ കട്ടൌട്ട് എടുത്തോണ്ട് പോയി പാലെടുത്തോണ്ട് പോയി ഇവർക്ക് നോട്ടീസ് കൊടുക്കാൻ കാണിച്ച നോട്ടീസ് തന്നിട്ടുണ്ടല്ലോ ഒരു സെക്കൻഡ് പറഞ്ഞ സന്തോഷമായി. അതായത് വിദ്വേഷ പ്രസംഗവും മറ്റും നടത്താൻ പാടില്ല. ഇന്നേവരെ അങ്ങനെ ഒരു വിദ്വേഷ പ്രസംഗവും ആരും നടത്താറില്ല. ഞങ്ങളൊക്കെ വളരെ ആലോചിച്ചാണ് ചെയ്യുന്നത്. ഇതേപോലൊരു നോട്ടീസ് നിവിൻ പോളിക്കെതിരെ വ്യാജ പരാതി കൊടുത്ത വ്യക്തിക്ക്, അല്ലെങ്കിൽ എൽദോസ് കുന്നപ്പള്ളിക്കെതിരെ വ്യാജ പരാതി കൊടുത്ത വ്യക്തിക്ക്, ഉമ്മൻചാണ്ടി സാറിനെതിരെ വ്യാജ പരാതി കൊടുത്ത വ്യക്തിക്ക് പോലീസുകാർ ഈ പേപ്പറിന്റെ വിലയെങ്കിലും ഞങ്ങൾ ആണുങ്ങളുടെ ജീവിതത്തിനും ആണുങ്ങളുടെ കരിയറിനും നൽകണമെന്ന് വളരെ താഴ്മയായി അഭ്യർത്ഥിക്കുകയാണ്. നമ്മുടെ നാടിന്റെ അവസ്ഥ ഇതാണ്. അതുകൊണ്ടാണ് അതിശക്തമായ ഒരു പുരുഷ കമ്മീഷന്റെ ആവശ്യം ഉണ്ടാകുന്നത്. AKMA പോലുള്ള സംഘടനകൾക്ക് പ്രതിഷേധിക്കേണ്ടി വരുന്നത് ഇങ്ങനെ പ്രതിഷേധിച്ചാലേ നാട്ടുകാർ കേൾക്കുന്നുള്ളൂ, ഇങ്ങനെ പ്രതിഷേധിച്ചാലേ നിങ്ങൾ മനസ്സിലാക്കുന്നുള്ളൂ. വേറൊരു രീതിയിൽ മനസ്സിലാക്കുന്നില്ല. ആ പ്രതിഷേധത്തെ പോലും തടയാൻ പോലീസ് കാണുന്നത് എന്ത് അർത്ഥത്തിലാണ്? ഞാൻ ഈ ഒരു ചോദ്യം കൂടെ ചോദിച്ചു നിർത്താം. എത്രയോ സിനിമകൾക്ക് പാലഭിഷേകം നടത്താറുണ്ട്. നമ്മുടെ വിജയുടെ സിനിമ വരുമ്പോ ഒക്കെ നടത്താറില്ലേ? ഈ പാലഭിഷേകത്തെ ക്രിമിനലൈസ് ചെയ്യുന്ന ഒരു ആറ്റിറ്റ്യൂഡ് നല്ലതാണോ? ഒന്നുമില്ല. ഒരു പാലഭിഷേകം നടത്തുക, അതിനെ ക്രിമിനലൈസ് ചെയ്യുന്ന ഈ ആറ്റിറ്റ്യൂഡ് എവിടെ നമ്മുടെ നാടിനെ കൊണ്ടെത്തിക്കും എന്ന് ഓരോരുത്തരും ചിന്തിക്കണം. പോലീസിന്റെ നടപടിയിൽ അതിശക്തമായി പ്രതിഷേധിക്കുന്നു. പോലീസുകാർ ചിന്തിക്കേണ്ട കാര്യം, നിങ്ങളെന്ന പുരുഷന്മാർക്ക് നാളെ കള്ളക്കേസ് വന്നാൽ ഞങ്ങളെ പോലെ കുറച്ചുപേരെ കാണൂ എന്നവർ മറക്കാതിരുന്നാൽ വളരെ നന്നായിരിക്കും.